എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ഏത് നേരത്താണാവോ എന്ന സിനിമയെക്കുറിച്ചാണ്. മനോരമ മാക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കി കോമഡി ഡ്രാമ ഫാമിലി ജോണലിൽ ഡയറക്റ്റ് OTT റിലീസ് പ്ലാൻ ചെയ്ത മലയാള സിനിമയാണ് ഏത് നേരത്താണാവോ. ചിത്രം ഇപ്പോൾ മനോരമ മാക്സ് വഴി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് മാമ്മൻ എന്ന സിനിമയെക്കുറിച്ചാണ്. സൂരി, ഐശ്വര്യലക്ഷ്മി, സ്വാസിക വിജയ് എന്നിവർക്ക് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് മാമൻ. തിയേറ്ററിൽ നിന്നും അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുത്ത സിനിമയുടെ OTT അവകാശങ്ങൾ ZEE5 ഇന്ത്യയായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ചിത്രം ഇപ്പോൾ ZEE5 വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ട്രെൻഡിങ് ഇന്ന് OTT റിലീസ് ചെയ്ത മറ്റൊരു തമിഴ് സിനിമയാണ്. ശിവരാജ് സംവിധാനം ചെയ്ത് കലയേശ്വരൻ നായകനായി പുറത്തിറങ്ങിയ തമിഴ് സിനിമ ട്രെൻഡിങ് ഇപ്പോൾ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മായാസഭ ഇന്ന് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ വെബ് സീരീസാണ്. ആദി, സായി കുമാർ, ദിവ്യ ദത്ത എന്നിവരൊക്കെ പ്രധാന റോളിലെത്തി സോണി ലൈവ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ഡ്രാമ ത്രില്ലർ വെബ് സീരീസ് ഇപ്പോൾ സോണി ലൈവ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഓ എന്താണ് ബേബി എന്ന സിനിമയെക്കുറിച്ചാണ്. മിഥില പൽക്കർ, അഞ്ജു കുര്യൻ എന്നിവർ തകർത്തഭിനയിച്ച് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഡ്രാമ റൊമാൻറ്റിക് തമിഴ് സിനിമയാണ് ഓ എന്താണ് ബേബി. നെറ്റ്ഫ്ലിക്സ് നേരത്തെ തന്നെ സിനിമയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് നടികർ എന്ന സിനിമയെക്കുറിച്ചാണ്. ടൊവിനോ നായകനായി സൗഭിൻ ഭാവന എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് നടികർ. ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത കോമഡി ഡ്രാമ ഫാന്റസി സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സൈനാപ്ലേ ആണ് OTT പ്ലാറ്റ്ഫോം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.